ഞാൻ അവിടെ ഇരുന്ന് പഠിക്കുമായിരുന്നു. പുള്ളിയാണ് ഇങ്ങോട്ട് വന്ന് ഓരോന്ന് പറയാൻ തുടങ്ങിയത്. സംസാരിക്കുന്നത് തന്നെ ഇപ്പൊ ഭയങ്കര പ്രശ്നമാണ്. അല്ലെങ്കിൽ തന്നെ എന്ത് സംസാരിക്കാനാ? ശരിക്കും എന്താ ഉണ്ടായത്? നീ കാര്യം പറ. ഞാൻ ആ റൂമിലിരുന്ന് പഠിക്കുമായിരുന്നു. ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടപ്പോൾ ചുമ്മാ വിശേഷം ചോദിക്കാൻ ചെന്നാണ്. എന്തായാലും പറഞ്ഞോ? ഒരുപാട് നാളായില്ലേ തുടങ്ങിയിട്ട്. 10th-ലും +2-ലൊക്കെ മാർക്ക് കുറവായിരുന്നില്ലേ? അതുകൊണ്ടായിരിക്കും. കല്യാണമൊക്കെ നോക്കുന്നുണ്ടോ? ഇത് കിട്ടുന്ന കരുതി സമയം കളയരുത്. എനിക്ക് ഒട്ടും കംഫർട്ടബിൾ ആയി തോന്നിയില്ല. ഞാൻ ഫുഡ് കഴിക്കാൻ ടിഫിൻ ബോക്സ് എടുത്ത് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. ഫുഡ് കഴിക്കാൻ പോവാണോ? ടിഫിൻ ബോക്സ് എടുക്കുന്ന കണ്ടപ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്നും പറഞ്ഞു. അതെ, നമുക്ക് ഒന്നിച്ച് കഴിക്കാം. ഇങ്ങനെ നെഗറ്റീവ് സംസാരിക്കുന്ന ഒരാളുടെ കൂടെ ഫുഡ് കഴിക്കാൻ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല. അതുകൊണ്ട് വളരെ മാന്യമായിട്ട് ഞാൻ നോ പറഞ്ഞു. ഞാൻ രേവതിയോട് കൂടെ ഫുഡ് കഴിക്കുന്നത്. പുള്ളി അത് മോശമായിട്ടാണ് എടുത്തേ. പിന്നെ മോശമായി തോന്നൂലേ? ഫുഡ് കഴിക്കാനല്ലേ വിളിച്ചത്? കുറച്ചൊക്കെ റെസ്പെക്റ്റ് ആവാം. റെസ്പെക്റ്റ് പെരുമാറ്റത്തിനാണ് കൊടുക്കുന്നത്. ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ ഈ ഒരു പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുവന്നത്. ഒന്നാമത് വളരെ കുറച്ച് മാർക്കിനൊക്കെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സങ്കടമുണ്ട്. എന്നിട്ടും ഞാനിട്ട എഫേർട്ടിൽ എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാനിത് നിർത്താത്തത്. എനിക്കറിയാം ഞാൻ എന്താ ചെയ്തിട്ടുള്ളതെന്ന്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന പിള്ളേരെ ഒരു 6 മാസം കൊണ്ട് ജോലി വാങ്ങിയെടുത്തിട്ടുണ്ട്. അല്ലാതെ ഇതുപോലെ ഇതൊക്കെ എന്ത് നെഗറ്റീവായ സംസാരാ, എന്ത് മോശമായത്. പെൺകുട്ടിയാണല്ലേ എന്ന് കരുതി നമ്മൾ ഇച്ചിരി സൗതാപം കാണിക്കും. അപ്പൊ ഇവക്കൊക്കെ അഹങ്കാരം. ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി വരുന്നു. അപ്പത്തേക്കും മുഖം മുറിപ്പിച്ചാൽ എണീച്ചു പോയി. തമാശ പറഞ്ഞാൽ ഇവർക്കൊന്നും മനസ്സിലായില്ലേ? തമാശ എന്ന് പറഞ്ഞ് എന്തും പറയാനുള്ള ഒരു ലൈസൻസ് ആണോ? ഞാനിപ്പോൾ ഇതെന്തായാലും ചോദിക്കാൻ പോവാം. അഞ്ജു, നിനക്ക് തോന്നിയതാണെങ്കിലോ? പുള്ളിക്കാരൻ ചിലപ്പം അങ്ങനെ ഉദ്ദേശിച്ച് സംസാരിച്ചതല്ലെങ്കിലോ? എന്തായാലും എനിക്ക് തോന്നുന്നത് നീ ഒന്നുകൂടെ ചിന്തിച്ചിട്ട് സംസാരിക്കും. എല്ലാം ഓക്കെ അല്ലേ? എന്താ ആലോചിക്കുന്നേ? ഈ നടന്നൊക്കെ തമാശയായിരുന്നോ? ഇതൊക്കെ അറിയാതെ പറ്റിയതാണോ? ശരിക്കും നെഗറ്റിവിറ്റി അല്ലേ സ്പ്രെഡ് ചെയ്തത്? ഒരുപാട് ആലോചിക്കണ്ട, മുന്നോട്ട് പോ. നിന്നിൽ മാത്രം വിശ്വസിക്കുക. ഹലോ, എല്ലാം ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ല, പക്ഷെ ഓക്കെ ആവും. ഇതുപോലെ സ്വന്തം പ്രവൃത്തിയിലും അധ്വാനത്തിലും മാത്രം വിശ്വസിച്ച് മുന്നോട്ട് വന്ന ആൾക്കാരെ കാണണ്ടേ?